കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. സമൂഹത്തെ പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്ത കാരുണ്യവാനായ ആത്മീയ പിതാവാണ് ധന്യൻ ഫാദർ ജോസഫ് വിധേയത്തിലെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. കുഴിക്കാട്ടുശ്ശേരി തീർത്ഥാടന കേന്ദ്രത്തിൽ ധന്യൻ ജോസഫ് വിധേയത്തിൽ അച്ഛന്റെ അനുസ്മരണ ദിനത്തിൽ സമൂഹ ബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. ദിവ്യബലിയെ തുടർന്ന് ധന്യൻ വിധേയത്തിൽ അച്ഛന്റെ കബറിടത്തിനു മുൻപിൽ പ്രത്യേക അനുസ്മരണ പ്രാർത്ഥനാ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. പ്രകൃതിയോട് നമ്മൾ എങ്ങനെ ക്രൂരത കാണിക്കുന്നുവോ അതിന് തിരിച്ചടി ഉടനെ ഉണ്ടാകും എന്നതിന് ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ആമഴിയഞ്ചൻ സംഭവമെന്ന് പാലക്കാട് രൂപത അധ്യക്ഷൻ അഭിമന്യ പിതാവ് ഡോക്ടർ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. പാലക്കാട് രൂപതയുടെ ഔദ്യോഗിക സാമൂഹ്യ സേവന പ്രസ്ഥാനമായ പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. മാലിന്യ സംസ്കരണ കാര്യത്തിൽ ഒരു ശുദ്ധമായ സംസ്കാരം വളർത്തിയെടുക്കണം, നല്ല ശീലങ്ങൾ ആർജിച്ചെടുക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഭൂമി ഒരു മാലിന്യ കൂമ്പാരമായി മാറാൻ അധിക നാളുകൾ വേണ്ടിവരില്ലെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. കോങ്ങാട് MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ജീവന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് 10 തൃശൂരിൽ അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിനു വേണ്ടി തൃശൂർ അതിരൂപത സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണം നടത്തി. അതിരൂപത പ്രസിഡന്റ് വിനേഷ് കോളങ്ങാടൻ ഒപ്പ് ശേഖരണം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഡെന്നസ് പെല്ലിശ്ശേരി, ട്രഷറർ ഡെയ്സൺ കൊള്ളന്നൂർ, ജെയ്സൺ AJ, സെബി MO, സീന സാജു എന്നിവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് ജോലിക്കിടെ കടന്നൽ കൂട്ടത്തിന്റെ കുത്തേറ്റ് മരിച്ച കർഷകൻ തയ്യേനിയിലെ വേളൂർ സണ്ണിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായി 1 ലക്ഷം രൂപയുടെ ചെക്ക് DFO K അഷ്റഫ് ഭാര്യ ലിസിക്ക് കൈമാറി. 2 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം സണ്ണിയുടെ കുടുംബത്തിന് അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത ഭാരവാഹികളും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ള യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സണ്ണിയുടെ വീട്ടിലെത്തി ചെക്ക് കൈമാറിയിരിക്കുന്നത്. ഫ്രാൻസിസ്കൻ അൽമായ സഭ പാലാ രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 25 ഭരണങ്ങാനം അസീസി ധ്യാന കേന്ദ്രത്തിൽ രൂപതാ സെമിനാറും വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ജപമാല റാലിയും നടത്തും. ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം റെക്ടർ റെവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ പാലക്കപ്പറമ്പിൽ, വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടം എന്നിവർ ചേർന്ന് ജപമാല റാലിക്ക് സ്വീകരണം നൽകും. ആഗോള കത്തോലിക്ക സഭയ്ക്ക് കരുത്തും കരുതലും പകരുന്ന പാലാ രൂപത പ്ലാറ്റിനം ജൂബിലിയുടെ ധന്യതയിൽ 1 വർഷം നീളുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് വിശുദ്ധ അൽഫോൻസാമയുടെ ആത്മീയ സാന്നിധ്യം നിറഞ്ഞ ഭരണങ്ങാനത്ത് വെള്ളിയാഴ്ച തിരിതെളിയും. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത സംഘടിപ്പിക്കുന്ന നേതൃത്വ പഠന പരിശീലന ശില്പശാല ദർശൻ 24 ജൂലൈ 27-28 തീയതികളിൽ കുന്നന്താനം സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നടക്കും. അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറെ വീട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്യും. കോട്ടയം അതിരൂപത മുൻ ബിഷപ്പ്മാർ തോമസ് തറയിലിന്റെ 49ാം ചരമവാർഷികം കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ നടത്തും. ജൂലൈ 26 വൈകുന്നേരം 4 ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലും അനുസ്മരണ പ്രാർത്ഥനയിലും അതിരൂപതയിലെ വൈദിക സമർപ്പിത പ്രതിനിധികൾ പങ്കെടുക്കും. തുടർന്ന് ചരമവർഷത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. കോട്ടയം അതിരൂപതയുടെ ഇടുക്കി ജില്ലയിലെ സാമൂഹ്യ സേവന വിഭാഗമായ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമങ്ങൾ തോറും കുടുംബ സംഗമം ഒരുക്കുന്നു. കുടുംബ ശാക്തീകരണത്തിലൂടെ സമൂഹ ശാക്തീകരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മരിയാപുരം പഞ്ചായത്തിലെ നാരകക്കാനം സെയിന്റ് ജോസഫ് സ്കൂൾ ഹാളിൽ നടത്തപ്പെട്ട കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് നിർവഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത 27 സംഘടിപ്പിക്കുന്ന 100 മേനി സീസൺ 2 മഹാസംഗമത്തിന് മുന്നോടിയായി നടന്ന പ്രതിനിധി സമ്മേളനം കുടുംബ കൂട്ടായ്മ ബൈബിൾ അപ്പസ്റ്റോലിക് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ സംബന്ധിച്ചു. മഹാസംഗമത്തിന്റെ വിജയത്തിനായി 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. തൊഴിൽ നൈപുണ്യ വികസനത്തോടൊപ്പം സ്വയം തൊഴിൽ സംരംഭകത്വ പ്രവർത്തനങ്ങൾക്കും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ
കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോൺ മേള സംഘടിപ്പിച്ചു. തെല്ലകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ലോൺ മേളയുടെ വിതരണ ഉദ്ഘാടനം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് നിർവഹിച്ചു. ചൈതന്യ സംരംഭക നിധി എന്ന പേരിൽ നടപ്പിലാക്കുന്ന ലോൺ മേളയുടെ ഭാഗമായി പശു, ആട്, കോഴി വളർത്തൽ, തയ്യൽ യൂണിറ്റ്, പലഹാര യൂണിറ്റ്, സംഘകൃഷി, പെട്ടിക്കട തുടങ്ങിയ വിവിധങ്ങളായ സ്വയം തൊഴിൽ പദ്ധതികൾ ചെയ്യുന്നതിനായാണ് ലോൺ ലഭ്യമാക്കുന്നത്. ഏറ്റെടുക്കുന്ന ചുമതലകളും ദൗത്യങ്ങളും പ്രതിബദ്ധതയോടെയും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും നിർവഹിക്കുന്നവർക്ക് മാത്രമേ ഔന്നത്യത്തിലേക്ക് പോകാനാകൂവെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. റാന്നി അങ്ങാടി ഹോളി ട്രിനിറ്റി ആശ്രമ ചാപ്പലിൽ കബറടങ്ങിയിരിക്കുന്ന തിരുവനന്തപുരം ഭദ്രാസന മുൻ മെത്രാപ്പോലിത്ത ഗീവർഗീസ് മാർ ദിയസ്കോറിയസിന്റെ ചരമരജത ജൂബിലിയോടനുബന്ധിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൈമുതലാക്കി സഹജീവികളോടുള്ള കരുണയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ജീവിതാന്ത്യം വരെ പിന്തുടരാൻ മാർ ദിയസ്കോറസ് മെത്രാപ്പോലിത്തയ്ക്ക് കഴിഞ്ഞിരുന്നുവെന്നും കാതോലിക്ക ബാവ ചൂണ്ടിക്കാട്ടി. KCYM വിജയപുരം രൂപതാ മേഖല കോട്ടയം പ്രവർത്തന വർഷ ഉദ്ഘാടനവും കർമ്മ പദ്ധതി പ്രകാശനവും നടത്തി. വടവാതൂർ സെയിന്റ് മേരീസ് റോമൻ കാത്തലിക് ദേവാലയത്തിൽ നടത്തിയ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് മനു മാത്യു അധ്യക്ഷത വഹിച്ചു. KCYM വിജയപുരം രൂപതാ പ്രസിഡന്റ് അജിത് അൽഫോൻസ് ഉദ്ഘാടനം ചെയ്തു. കർമ്മ പദ്ധതിയുടെ പ്രകാശനം രൂപതാ ജനറൽ സെക്രട്ടറി ജോ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ജീവിതത്തിലെ സഹനങ്ങൾക്കും പ്രശ്നങ്ങൾക്കും യേശുവിന്റെ കുരിശിൻ ചുവട്ടിൽ ഉത്തരം കണ്ടെത്തിയ അമലോത്ഭവ മാതാവിന്റെ ഊസ്ലൈൻ സന്യാസ സഭാംഗമായ ധന്യ സിസ്റ്റർ മരിയ സെലിന്റെ 67ാം ചരമവാർഷികം ജൂലൈ 25-ന് കണ്ണൂർ പയ്യാമ്പലം ഊർസ്ലൈൻ പ്രൊവിൻഷ്യൽ ഹൗസിൽ ആചരിക്കുന്നു. കണ്ണൂർ രൂപതാ അധ്യക്ഷൻ അഭിവന്യ അലക്സ് വടക്കുംതല പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അനുസ്മരണ ദിവ്യബലിയോടെയാണ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ചെമ്പന്തൊട്ടി ഫൊറോന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേപ്പറമ്പ് സെയിന്റ് ജോർജ് പള്ളി ഹാളിൽ നടന്നു. ഫൊറോന ഡയറക്ടർ ഫാദർ ജോബി ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. ചിങ്ങം 1-ന് ഫൊറോന പരിധിയിലെ എല്ലാ യൂണിറ്റിലും കർഷകരെ ആദരിക്കാൻ യോഗം തീരുമാനിച്ചു. റെവറൻഡ് ഡോക്ടർ ജിനു വടക്കേ മുളനാൽ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ക്നാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മൂനിപ്പള്ളി തിരുഹൃദയ ക്നാനായ കത്തോലിക്ക പാരിഷ് ഹാളിൽ യുവജന ദിനാഘോഷം സംഘടിപ്പിച്ചു. അതിരൂപത ചാപ്ലൻ ഫാദർ ടിനേഷ് പിണർക്കയിലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച യുവജന ദിന ആഘോഷത്തിൽ അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് പതാക ഉയർത്തി. പൊതുസമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിന്റെ പ്രവേശന കവാടമായ റിഡപ്ഷൻ ജൂബിലി മെമ്മോറിയൽ ആർച്ച് നവതി നിറവിൽ. ചങ്ങനാശ്ശേരിയിലെ തന്നെ ആദ്യത്തെ കമനീയ നിർമ്മിതിയായ ഈ ആർച്ച് അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജെയിംസ് കാളാശ്ശേരി പണി കഴിപ്പിച്ചതാണ്. ഈശോ മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തിന്റെ 19ാം ശതാബ്ദി ആഘോഷ സ്മാരകമായാണ് ഈ കവാടം പണി കഴിപ്പിച്ചത്. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ 71ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കോഴിക്കോട് വൈദിക ജില്ലയിൽ അനുസ്മരണ പദയാത്രയും വിശുദ്ധ കുർബാനയും ധൂപപ്രാർത്ഥനയും നാരങ്ങാത്തോട് സെയിന്റ് പീറ്റർ ആൻഡ് പോൾസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ നടത്തപ്പെട്ടു. വൈദികരോടും സന്യസ്തരോടും മേഖലയിലെ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളോടും കൂടി ചേർന്ന് വിശ്വാസികൾ പുലിക്കയം ദേവാലയത്തിൽ നിന്ന് നാരങ്ങാത്തോട് ദേവാലയം വരെയാണ് പദയാത്ര നടത്തിയത്. പണ്ടകശാലക്കടവ് സെയിന്റ് ജെയിംസ് ദേവാലയത്തിൽ നവതി ആഘോഷത്തിനും വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാളിനും തുടക്കം കുറിച്ച് സംഘടിപ്പിച്ച പ്രയാണം പ്രൗഢമായി. ആർച്ച് ബിഷപ്പ് ഹൗസിൽ നിന്നും ആരംഭിച്ച പ്രയാണം വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് വാണിയപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജെയിംസ് കോക്കവയലിൽ സന്ദേശം നൽകി. അനേകം വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി എത്തിയ പ്രയാണത്തെ പള്ളിയിലേക്ക് വികാരി റെവറൻഡ് ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ സ്വീകരിച്ചു. സെയിന്റ് ജോസഫ് ക്നാനായ കത്തോലിക്ക പള്ളിയുടെ വിശ്വാസ പരിശീലനത്തിന്റെ വാർഷികം നടത്തി. MSP സെമിനാരി റെക്ടർ ഫാദർ ചാക്കോ വണ്ടംകുഴി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ലൂക്ക് കരിമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹെഡ് മാസ്റ്റർ ബിനു തുമ്പിൽ സ്വാഗതം പറഞ്ഞു. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കും ഫുൾ അറ്റൻഡൻസ് ഉള്ളവർക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.